ഹായ് ഹലോ. അപ്പോൾ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമുക്ക് രാവിലെ സൺഡേ പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല. ഇച്ചായന് കൊല്ലത്ത് ഒരു എൻഗേജ്മെൻറ്റിന് പോയേക്കുമായിരുന്നു. അപ്പോൾ പോയി വന്നപ്പോഴേക്കും ചോദിച്ചു നമുക്കൊന്ന് വെട്ടുകാട് പോകാമോ എന്ന്. ഇച്ചായൻ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് വെട്ടുകാട് ഒന്ന് പോകണമെന്ന്. പക്ഷേ ഇച്ചായൻ തന്നെ അത് ഡേറ്റ് മാറ്റി മാറ്റി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും ചോദിച്ചാലേ ഇനി മനസ്സ് പറഞ്ഞതിന് മുമ്പേ പെട്ടെന്ന് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ നേരെ വെട്ടുകാടേക്ക് പോവുകയാണ്. ചോട്ടുവാണെങ്കിൽ ക്യാമറ കണ്ടപ്പോൾ മുതൽ അങ്ങോട്ട് ഒളിച്ചു കളി തുടങ്ങിയതാണ്. എപ്പോൾ ഞാൻ ക്യാമറ എടുക്കുന്നു അപ്പോഴത്തേക്കും ചോട്ടു ഒളിച്ചങ്ങ് കളിക്കാൻ തുടങ്ങും. അങ്ങനെ അവസാനം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വന്നിരുന്നിട്ട് കണ്ണും പൊത്തി അങ്ങനെ ഇരിക്കുവാണ്. അവൾക്ക് എന്തോ ക്യാമറ കാണുന്നത് അലർജിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ. അങ്ങനെ പയ്യെ പയ്യെ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ച് ചോട്ടു പയ്യെ ക്യാമറയിലൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ തുടങ്ങിയത് ക്യാമറ കാണുമ്പോഴത്തേക്കും ചോട്ടു അങ്ങ് പേടിച്ചങ്ങ് മാറിക്കളയും. മീട്ടു എത്തിയിട്ടുണ്ട്. മീട്ടു ഇത്രയും നേരം പുറകിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ ബാഗ് രണ്ടും നിങ്ങളെ കാണിക്കാനാട്ടോ ഈ ഷോയിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് മീട്ടുൻ്റെ ബാഗെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തൊക്കെ നല്ല മഴയാണ്. നമുക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മളിത് ഇപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. പക്ഷേ നമുക്ക് മഞ്ഞ് കാരണം ഫ്രണ്ടിലോട്ടൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല. ഈ വെറുതെ ചാറി നിൽക്കുന്ന ഒരു ടൈപ്പ് മഴ. എന്നാൽ അതൊട്ട് പെയ്യുന്നുമില്ല, എന്നാൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് മഴയായിരുന്നു. നമ്മളപ്പോൾ വെട്ടുകാടെത്തി. അപ്പോൾ അവിടെ പ്രെയറൊക്കെ നടക്കുകയാണ്. പള്ളിക്കകത്ത് കയറണമെന്നുണ്ട്. അപ്പോൾ നമ്മളിനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഈവനിങ് ആയിരുന്നു. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞു മഴ, അതോടൊപ്പം തന്നെ വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ അകത്തത്തെ ആരാധന നമുക്ക് പുറത്ത് നിന്ന് കേൾക്കാം. ദൈവത്തോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നുന്നു. കാരണം നമ്മുടെ ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ വളരെ സേഫായിട്ട് ഇപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചോട്ടുവിനെ പിന്നെ ഈ മഴയത്തൊന്നും ഇറക്കിയിട്ടില്ലാത്തതുകൊണ്ട് ചോട്ടു ആ മഴയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കുറേ നേരം എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ പയ്യെ ഇറക്കി താഴെ വിട്ടിട്ടുണ്ട്. അപ്പം നടക്കാൻ പറഞ്ഞിട്ട് നടക്കുന്നൊന്നുമില്ല. എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ചേച്ചി മുന്നിൽ പോകുന്നത് കൊണ്ട് ചേച്ചിയുടെ വാല് പോലെ പുറകെ പോകുന്നുണ്ട്. ചേച്ചി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ചെയ്യാനായിട്ട് നിൽക്കുവാണ് ചോട്ടു ഇപ്പോൾ. വെള്ളത്തിൽ കൂടി നടക്കലേ ചോട്ടു എന്ന് പറഞ്ഞ് ചോട്ടു ആദ്യം കൈ നീട്ടി കാണിക്കുന്നത് ചേച്ചി നടക്കുന്നുണ്ടല്ലോ എന്നാണ്. പിന്നെ അതിനപ്പുറം എന്ത് പറയാനാ, ചേച്ചി എന്ത് ചെയ്യുന്നു അതുപോലെ നടക്കുവാണ് ഇപ്പോൾ ചോട്ടു. പിന്നെ ഞങ്ങൾ ക്രിസ്തുരാജൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചു, കാണിക്കയൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മൾ പിന്നെ മീട്ടോന് എണ്ണ വേണമെന്ന് പറഞ്ഞു, എണ്ണ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ പോയി നിന്നു. അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ വളരെ വൃത്തികേടായിട്ടാണ് ആ വഴിയൊക്കെ കിടന്നത്. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് മീട്ടുവിന് പിന്നെ അടുത്ത് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോപ്കോൺ മേടിക്കാനായിട്ട് പോവുകയാണ്. ചോട്ടുവിനാണെങ്കിൽ പോപ്കോൺ വേണ്ട, എനിക്ക് ഐസ്ക്രീം മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് ചോട്ടു നിൽക്കുന്നത്. പക്ഷേ എന്തോ പറഞ്ഞ് പനി വരും, ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പയ്യെ മനസ്സൊക്കെ മാറ്റി ചോട്ടുവിനും മീട്ടുവിനും ഓരോ പോപ്കോണൊക്കെ മേടിച്ച് കൊടുത്ത് പിന്നെ രണ്ടുപേരെ നേരെ കാറിൽ കൊണ്ടുവന്നിരുത്തി. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോപ്കോണും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ചോട്ടുവിൻ്റെ അപ്പയെ കാണാനില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ചോട്ടു ആണെങ്കിൽ അവിടെ എല്ലാം അപ്പയെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പ എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ അതിൻ്റെ കൂട്ടത്ത് പോപ്കോൺ കഴിച്ചിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ അവൾ മറന്നിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പ എന്താണ്ടൊക്കെയോ മേടിച്ചുകൊണ്ട് വരുന്നു. സ്റ്റീംഡ് മറ്റേ നമ്മുടെ കടലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പയും വന്നു. അപ്പം ഇതെന്തുവായി വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്നും പറഞ്ഞാൽ ചോട്ടു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ചോട്ടുവിന് ആ സാധനം എന്താണെന്ന് അറിയും വേണം. പക്ഷേ അവൾക്കത് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. കഴിക്കാൻ കൊടുത്തപ്പോൾ അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ അപ്പ കഴിക്കുന്നത് അവൾക്ക് നോക്കി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പയാണെങ്കിൽ ഒരു കടല അങ്ങ് കൊടുത്തപ്പോഴത്തേക്കും ചോട്ടുവിനാണെങ്കിൽ അയ്യേ എനിക്കൊന്നും ഇത് വേണ്ട, ഞാൻ പോപ്കോൺ കഴിച്ചോളാം എന്നും പറഞ്ഞ് ചോട്ടു ഇങ്ങനെ നേരെ എൻ്റെ അടുത്തേക്ക് ഇങ്ങ് പോന്നു. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ഞങ്ങൾ ആ കുഞ്ഞു മഴയത്ത് അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങി. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പം ഇനി ശംഖുമുഖത്തിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടി നോക്കിയിട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മളിതാ ഇപ്പം നേരെ ശംഖുമുഖത്തേക്കാണ് വന്നേക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ പോകുമ്പോൾ ഉണ്ടായിരുന്ന കടലിലെ മണ്ണും ഒന്നും കാണാനില്ല. ഫുൾ വെള്ളം കയറി ഇങ്ങനെ കിടക്കുവാണ്. അതിൻ്റെ ഒപ്പം നല്ല ചെറിയ ചാറ്റൽ മഴയും ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അവിടെ നമ്മൾ ഇരുന്ന് ഓരോ പിള്ളേർ ഇപ്പോൾ കടലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ചോട്ടുവിൻ്റെ ഇത് കണ്ടോ, ചോട്ടു തലയിലും കൈവച്ച് നിൽക്കുക.
ഇത്രയും വെള്ളം കയറിയല്ലോ എന്നും പറഞ്ഞിട്ട്. മഴയത്തിറങ്ങി തല നനഞ്ഞ് ഇനി സ്കൂളിൽ പോവാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെളിയിലിറങ്ങാതിരുന്നത്. അപ്പോഴത്തേക്കും മീട്ടുവാണെങ്കിൽ തല വെളിയിലിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കാൻ തുടങ്ങി. പിന്നെ ചേച്ചി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനിയത്തി എന്തായാലും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അനിയത്തിയും തല വെളിയിലിടാൻ തുടങ്ങി. അങ്ങനെ വെളിയിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്നൊരു കുഞ്ഞ് ലൈറ്റ് കണ്ടത്. അപ്പോൾ പിന്നെ അതെന്താ അവിടെ ഈ ലൈറ്റ് കാണുന്ന ഇടയ്ക്ക് മിന്നിയും മറഞ്ഞു എന്താ പോകുന്നത്, അങ്ങനെ ഓരോരോ ഡൗട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവിടെ ആൾക്കാർ വരുന്ന തിരക്ക് കൂടി തുടങ്ങി. അപ്പോൾ നമ്മൾ വന്ന് എന്തായാലും കുറച്ച് നേരം കണ്ടല്ലോ, ഇനി ബാക്കിയുള്ളവർ കാണട്ടെ. ഇങ്ങനെ നമ്മൾ മാറിക്കൊടുത്താൽ അവിടെ വേറൊരാൾക്ക് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് പിന്നെ വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പയ്യെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വെട്ടുകാട് വെച്ച് മേടിച്ച സാധനങ്ങളെല്ലാം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോട്ടുവിന് എവിടെ പോയാലും ഇതുപോലെ കുട്ടി കുട്ടിയായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം, പ്രത്യേകിച്ച് എന്തെങ്കിലും ആനിമൽസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്രാവശ്യം ചോട്ടുവിന് കിട്ടിയേക്കുന്നത് ഒരു എലിയോ അണ്ണാനോ അങ്ങനത്തെ എന്തോ ഒരു ടൈപ്പ് കീ ചെയിനാണ്. ഇനി ഉറങ്ങുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും എപ്പോഴും ചോട്ടുവിൻ്റെ കയ്യിൽ ഇതുണ്ടാവും. ഒരാഴ്ച കാണുമെന്നറിയില്ല, ഒരു 2-3 ദിവസം എന്തായാലും ഇത് കയ്യിലുണ്ടാവും. എപ്പോഴും ഇതിനെ വെച്ച് ഇനി പാട്ട് പാടി ഉറക്കുകയും ഇതൊക്കെയാണ് ചോട്ടുവിൻ്റെ പരിപാടി. അപ്പോഴത്തേക്കും മീട്ടു ആണെങ്കിൽ എൻ്റെ മോതിരവും കൂടി ഒന്ന് കാണിക്കണേ എന്നും പറഞ്ഞത് മീട്ടു മേടിച്ച മോതിരവും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം, അതാണ് ചോട്ടുവിൻ്റെ പോളിസി. വണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചോട്ടുവിന് ഒരു രക്ഷയില്ല. ചോട്ടു പിന്നെ ഭയങ്കര അലമ്പാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഈ ബ്ലോക്കിലൊക്കെ കിടന്ന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഈവനിങ് വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.